ഹലോ, അസ്സലാമു അലൈക്കും. ഇത് എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യലായ ഒരു ജേണിയെ കുറിച്ചിട്ടാണ്, എൻ്റെ പ്രഗ്നൻസി ജേണി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷെ ഒരു അമ്മ ആവാൻ കാത്തിരിക്കുന്ന ആ ജേണി അനുഭവിച്ചവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2018 എൻ്റെ കല്യാണം കഴിഞ്ഞത്. അന്നൊന്നും ഒരു കുഞ്ഞ് വേണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. കുറച്ച് എൻജോയ് ചെയ്ത് ട്രിപ്പൊക്കെ പോയി ലൈഫ് ഒന്ന് സെറ്റിലായിട്ട് മതി ഒരു കുട്ടീനെ നിന്ന് അതെൻ്റെ ആ ചിന്ത. പക്ഷേ 2019 എൻ്റെ ലൈഫ് സൈലൻ്റ്ലി ചേഞ്ച് ആയിപ്പോയി. അന്ന് ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പീരീഡ്സ് ലേറ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസലായി പോകുന്നുള്ള ആ പേടി കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പോലും നോക്കിയില്ല. അങ്ങനെ ട്രിപ്പൊക്കെ പോയി ഫുള്ള് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്താണ് എനിക്കൊക്കെ മാറി തുടങ്ങിയത്. ഡൽഹി എത്തിയത് മുതൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ ട്രെയിനിൽ ഇരുന്നിരുന്ന ആളുകളുടെ സ്മെല്ല് പറ്റൂല, പിന്നെ ഫുഡിൻ്റെ സ്മെല്ല്, സ്ട്രീറ്റിൻ്റെ സ്മെല്ല് ഒന്നും എനിക്ക് പറ്റണില്ല. സാധാരണ പൊറോട്ടയും കറിയും കണ്ടാൽ ഞാൻ ഫസ്റ്റ് ഓടിക്കയറി കഴിക്കുന്നതാണ്. പക്ഷേ അവിടുത്തെ ഫുഡ് കാണുമ്പോൾ എനിക്ക് ഓടി രക്ഷപ്പെടണം എന്നുള്ള ഒരു ഫീലിങ്സാണ്. തലകറക്കാണോ ടയർഡ്നെസ് ആണോ അതോ വയറിന് എന്തോ ഒരു ഫീലിംഗ്, എന്താ എനിക്ക് സംഭവിക്കണമെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. അവസാനം കേരള ഹൗസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് കേരള ഹൗസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് കുറച്ചൊരു സമാധാനം തോന്നിയത്. പക്ഷെ അപ്പോഴൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നത് പ്രഗ്നൻസി ആണോ എന്ന്. പക്ഷേ ഒരു ഉറപ്പുമില്ല, ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിലെത്തി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അയ്യോ, ആ മൊമെൻ്റ് എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നില്ല. ഹാപ്പി ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ തന്നെ ഹാപ്പി. പക്ഷേ ഞാൻ ഇത്രയും എന്താണ് ഫീൽ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആ ഗിൽറ്റ് ഉണ്ട് ഒരു വശത്ത്, പിന്നെ ഞാൻ ഉമ്മ ആവാൻ പോകണമെന്നുള്ള ആ എക്സൈറ്റ്മെൻറ്റ് മറ്റേ വശത്ത്. അങ്ങനെ ഫോട്ടോ എടുത്ത് പ്രഗ്നൻസി കാർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഉമ്മക്ക് അയച്ച്. അപ്പോൾ എല്ലാവരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ സ്ലോലി ആ റിയാലിറ്റിനെ ഫീൽ ചെയ്തത്. പിന്നെ ഡോക്ടർ വിസിറ്റ്, സ്കാന്, റെസ്റ്റ്, ഫുൾ എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ സെക്കൻഡ് മന്തിൽ സ്കാനിൽ ഡോക്ടർ പറഞ്ഞ് ഗ്രോത്ത് ക്ലിയർ അല്ല, അപ്പോൾ ഒരാഴ്ച കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയും. ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് എന്തോ ഒരു സങ്കടം. എല്ലാവരും ടെൻഷനായിരുന്നു. പക്ഷെ ഞാനത് പുറത്തേക്ക് ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് കുറേ കഷ്ടപ്പെട്ട്. കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഓക്കെ ആയി വരും എന്നെല്ലാവരും പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച്. അങ്ങനെ ആ ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ഡേയ്സാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കാണിക്കാൻ തീരുമാനിച്ചു. ഇനി എല്ലാം ഓക്കെ ആയാലോ എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡോക്ടറും 2 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്നിട്ട് മെഡിസിനൊക്കെ എഴുതി തന്ന് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത്. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഡോക്ടർ 2 ആഴ്ചത്തെ ഇഞ്ചക്ഷൻ തന്നിരുന്നു. എന്നിട്ടും ഗ്രോത്ത് ഇല്ല എന്നുണ്ടപ്പോൾ പറഞ്ഞ് നമുക്ക് DNC ചെയ്യാം. DNC ചെയ്യുന്നതാണ് ബെറ്റർ, അബോർട്ട് ചെയ്യാൻ മരുന്ന് തരുന്നേക്കാൾ നല്ല DNC ചെയ്യുകയാണ് നല്ലത് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചത്. അങ്ങനെ ആ ഡോക്ടർ 2 ആഴ്ചത്തെ മരുന്നും കഴിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഗ്രോത്ത് ഇല്ല. അപ്പം ഇനി അബോർഷൻ ചെയ്യുന്നുണ്ട്, വേറെ മാർഗ്ഗമില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇനിയും ഇങ്ങനെ തോന്നൽ വന്നു, ഇനി നമുക്ക് വേറെ ഡോക്ടറും കൂടി കാണിച്ചാലോ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആ കുട്ടിയെ തിരിച്ച് കിട്ടിയാലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഡോക്ടറെ കൂടി കാണിച്ചാലോ എന്ന് തോന്നി. പക്ഷേ ഇനി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മളിത് എന്തായാലും മനസ്സിലാക്കി എടുക്കണമല്ലോ. അങ്ങനെ ഫസ്റ്റ് ഡേ മെഡിസിൻ എടുത്തപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഡേയും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തേർഡ് ഡേ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെ ഒറ്റയ്ക്ക് ആക്കി പോകാൻ ഉമ്മാക്കൊരു പേടി. അപ്പോൾ ഇഞ്ചും വായു അവിടെ എല്ലാവരുടെ ഇടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മൈൻഡ് കുറച്ച് റിലാക്സൊക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇനിയും കൊണ്ടുപോയി. അപ്പോൾ ഞാനും അങ്ങനെ സ്ട്രോങ് അല്ല അങ്ങനെ ആണെങ്കിലോ ചിരിച്ചിട്ട് ഞാനും ഉമ്മയുടെ കൂടെ പോയി.
അങ്ങനെ ഞാൻ സ്ട്രോങ് ആയി നിൽക്കാൻ ശ്രമിച്ച്, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരും മുന്നിൽ കൂടെ നടന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ ഫുൾ തകർന്ന ഒരവസ്ഥയാണ്. തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വരാൻ തുടങ്ങിയത്. അതിന് പെട്ടെന്നൊരു വയറുവേദന വന്നിട്ടോ എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു സൗണ്ട് ഫീൽ ചെയ്ത് പെട്ടെന്നൊരു ഹെവി ബ്ലീഡിങ് വരൽ തുടങ്ങി. ഹെവി ബ്ലീഡിങ് പറഞ്ഞാൽ എൻ്റെ കാലുമ്മ കൂടി അങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന നിപ്പിൽ എൻ്റെ കാലിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഞാൻ ജസ്റ്റ് എന്തോ ഒരു വേദന വന്ന് താഴ്ത്തു നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന ആ പൊസിഷൻ ഫുൾ ബ്ലഡ്. അറിയിക്കാൻ പറ്റണില്ല. ഞാൻ ആദ്യമായിട്ടാണ് എത്ര ഒരു ബ്ലീഡിങ് കാണുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടം. എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ വീട് അവിടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ പോയി അങ്ങനെ ക്ലീൻ ചെയ്യാൻ ആരും വീട്ടിൽ പോയി. ആ ബ്ലഡ് ക്ലോട്ട് വരുന്നത് കണ്ടപ്പം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇതായിരുന്നല്ലോ എൻ്റെ കുഞ്ഞ്, ഇത്രയും സൈസ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ആ ഒരു തോന്നൽ എനിക്ക് എൻ്റെ തലയിൽ. ആ സമയത്ത് ഞാൻ കരയാനൊക്കെ കുറേ ശ്രമിച്ചു. ഞാൻ ഏതെങ്കിലും ഒരു ഓപ്പണായ സ്ഥലത്താണ് ഞാൻ ചിലപ്പോൾ പൊട്ടിയായിട്ടുണ്ടാവും ഞാൻ. പക്ഷെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കണ്ണിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഞാനത് ഹൈഡ് ചെയ്യാൻ നോക്കി. പക്ഷെ കരയുന്നെ എൻ്റെ അതൊക്കെ ക്ലീൻ ചെയ്താൽ നോക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ആ സീന് ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ആ ബാത്റൂമും ആ ബ്ലഡും ആ കട്ടകളും ഒക്കെ എൻ്റെ കൺമുന്നിലുണ്ട്. അപ്പം ഉമ്മ എന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സാരില്ല, ഒക്കെ നല്ലതിനാവും, അല്ലാവും ഇതിലും നല്ലത് തരും, സമാധാനിക്കും ഇങ്ങനെ ആശ്വാസമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ശക്തി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീട്ടിലുള്ള എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ച്. ഉമ്മയുടെ ബ്രദർ ഉണ്ടായിരുന്നു, വല്യമ്മ ഉണ്ടായിരുന്നു, ഉമ്മയുടെ സിസ്റ്റർ, അങ്ങനെ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇത് സർവ്വസാധാരണയാണ്, എല്ലായിടത്തും നടക്കുന്നതാണ്, സമാധാനിപ്പിക്കും, കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും ഉണ്ടാവും, ഇനി സമയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. അങ്ങനെ ഇനിയിപ്പോൾ എത്ര സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില വേദനകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ അനുഭവിക്കുക. വേദനകളില്ലാതെ നമ്മൾ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടാമെന്നല്ലാണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് മാസങ്ങൾ മെൻ്റലി ഒരു ഡൗൺ ആയിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 3 മാസം പ്രഗ്നൻസി പ്ലാൻ ചെയ്യരുത് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രഗ്നൻസി അറിഞ്ഞ ദിവസം മുതൽ ബേബീൻ്റെ നെയിമും ഒക്കെ സെർച്ച് ചെയ്ത് തുടങ്ങിയിരിക്കണം. പിന്നെ ഡ്രസ്സ് നോക്കും, വീഡിയോസ് കാണും, പിന്നെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യും. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ഒന്നും ഓർഡർ ചെയ്തിരുന്നില്ല, ഒക്കെ കാട്ടിലിട്ടിട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ തകവലുണ്ടാവും. പിന്നെ സ്ലോലി ഞാൻ എന്നെ തന്നെ റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ 2020 ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. പക്ഷേ ആ മൊമെൻ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിനെസ്സിനേക്കാൾ എൻ്റെ പേടിയെന്ന് കൂടുതൽ. ആ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഡോക്ടർക്ക് ബുക്ക് ചെയ്ത്. ഡോക്ടർക്ക് ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കുക, ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കുക, ഒരു അബോർഷൻ കഴിഞ്ഞതല്ലേ, അപ്പം നമുക്ക് ഫുൾ റെസ്റ്റ് എടുക്കുക. അങ്ങനെ എനിക്ക് ഇരിക്കണോടത്തുനിന്ന് കാല് താഴത്തേക്ക് വെക്കാൻ തന്നെ ഒരു പേടിയായിരുന്നു. പിന്നെ എന്തൊരു അബ്ഡോമിനൽ ക്രാംസ് വന്നാലും ഒരു പേടിയാണ്, ഇത് പോകുമോ, മുന്നത്തെ സിറ്റുവേഷൻ വരുമോ എന്നൊക്കെയുള്ള ആ ടെൻഷൻ. അങ്ങനെ ആ ടെൻഷൻ ഫുൾ സ്ട്രെസ്സ്. പ്രഗ്നൻ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സ്ട്രെസ്സ് പറഞ്ഞാൽ അങ്ങേ തരം സ്ട്രെസ്സിലായിരുന്നു. എല്ലാ മാസവും ഞാൻ പീരീഡ്സ് തെറ്റുന്നതിൻ്റെ മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്ത് തുടങ്ങലുണ്ട്. അങ്ങനെ ആ ഒരു പേടിയും, അങ്ങനെ മെൻ്റലി ഞാൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് അല്ല, മെൻ്റലി സ്ട്രോങ് അല്ലെന്ന് എനിക്ക് നല്ല അറിയാം. പക്ഷെ ഞാൻ അതപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ സ്ട്രോങ് അല്ലാന്ന്. കാരണം എനിക്ക് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വേണം. ഞാൻ അത്രയും ആഗ്രഹിക്കേണ്ട ഒരു കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട്. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഫുഡ് ഉണ്ടാക്കി കഴിക്കലാണ്. കുക്കിങ് അതിന് എൻ്റെ ഏറ്റവും വലിയൊരു തെറാപ്പി. അങ്ങനെ എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഒന്ന് കാമായി ഇരിക്കണം പോലെ തോന്നലുണ്ട്. അങ്ങനെ ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ ഡോക്ടർ വിസിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഗ്രോത്തിൻ്റെ പ്രോബ്ലം വരരുത് എന്നായിരുന്നു ഞങ്ങളെല്ലാവരും പ്രാർത്ഥന. ആഴ്ചയിൽ 2 ഇഞ്ചക്ഷനും മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ കെയർ, ഫുൾ ബെഡ് റെസ്റ്റ്.
അങ്ങനെ ഒരു വീക്ക് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എനിക്കൊരു വേദന വന്ന്, അതോടൊപ്പം ചെറിയ ബ്ലീഡിങ് പോലെ. നോക്കിയപ്പോൾ ഒരു ബ്ലീഡിങ് കണ്ട് അതോടെ തന്നെ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലീഡിങ് ഈ ഫസ്റ്റ് പ്രഗ്നൻസി സിംറ്റംസ് ആണെന്നും ചിലവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സമ്മതിച്ചു, അതാവും എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അബോർഷൻ അല്ലാന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. കാരണം എനിക്ക് ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിക്കാണ്ട് ഹാപ്പിയാക്കാൻ ഞാൻ ഇന്നെ തന്നെ പറ്റിക്കുന്നു. അങ്ങനെ ഡോക്ടറെ